പരിശുദ്ധാത്മാവ് ആരാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം, വാട്ട്സ് ഹിസ് മിനിസ്ട്രി, പിന്നെ അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻസ്, പ്രകടീകരണങ്ങൾ, മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പ്രകടീകരണങ്ങൾ എന്തൊക്കെയാണ്. നമുക്കറിയാം, ഈ വിശുദ്ധ തിരുവെഴുത്ത് പരിശോധിച്ചാൽ ത്രിയേക ദൈവത്തെയും വെളിച്ചം എന്ന വിശേഷണം ഉപയോഗിച്ച് തിരുവെഴുത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. The scriptures describe all the triune personalities of the Holy Trinity using the adjective of light. Father of light, light of the world. നമുക്കറിയാമല്ലോ, പിതാവായ ദൈവത്തെ വെളിച്ചങ്ങളുടെ പിതാവ്, യേശുക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചം, പരിശുദ്ധാത്മാവ് വെളിച്ചത്തിൻ്റെ ദൂതൻ. See, Father is the Father of lights, and Jesus is the light of the world, and the Holy Spirit is the angel of light. പരിശുദ്ധാത്മാവ് വെളിച്ചത്തിൻ്റെ ദൂതനാണ്. എന്നാൽ പിശാച് ഈ മൂന്ന് ആളത്വങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, എന്താ ഇമിറ്റേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ മനസ്സിലായി, അനുകരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ്. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം കിട്ടുന്നു. സ്തോത്രം. വെളിച്ചദൂതനാണെന്ന് ചിലർ പറയാം, ഓ അത് വെളിച്ചദൂതൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് കേട്ടോ. വെളിച്ചദൂതൻ്റെ വേഷം കെട്ടിയാണ് പിശാച് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ മാനിഫെസ്റ്റേഷൻസ് എന്നുള്ളിടത്ത് നമ്മൾ ശരിക്കും ഇച്ചിരി സമയമെടുത്ത് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. സ്തോത്രം. ഹൂ ഈസ് ദ ഹോളി സ്പിരിറ്റ്? പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കറിയാമല്ലോ. ശരി, സമ്മതിച്ചു. ഈ വിശുദ്ധ തിരുവെഴുത്ത് ത്രിയേക ദൈവം എന്ന ആശയം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ യങ് ജനറേഷൻ ഈസ് ഫേസിങ് ഐഡിയോളജിക്കൽ ചാലഞ്ചസ്. ആശയപരമായ വലിയ വെല്ലുവിളികൾ നമ്മുടെ യുവതലമുറ ഇന്ന് ധാരാളമായി അഭിമുഖീകരിക്കുന്നുണ്ട്. ആശയപരമായ വെല്ലുവിളികൾ. ഞാൻ ഇപ്പം IPCയുടെ ഫാമിലി കോൺഫറൻസിൽ സംബന്ധിക്കാനാണല്ലോ പ്രധാനമായിട്ട് ഞാൻ വന്നത്. അവിടെ കാനഡയിൽ കുറേ സ്ഥലങ്ങളിൽ യോഗങ്ങളുണ്ടായിരുന്നു. ഞാൻ കാനഡയിലെ ഒരു പട്ടണത്തിൽ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീട്ടിൽ പല ദിവസങ്ങൾ ഞാനവിടെ പാർത്തിരിക്കുമ്പോൾ ആ വീട്ടിൽ ഇപ്പം 3ാം ക്ലാസ്സിലോട്ട് കയറിയ ഒരു മോളുണ്ട്, വേറെ കൊച്ചു കുഞ്ഞുണ്ട്. ഈ 3ാം ക്ലാസ്സിലോട്ട് കയറിയപ്പോൾ വെരി സ്മാർട്ട് ഗേൾ, നല്ല മിടുക്കിയായ, 3ാം ക്ലാസ്സിലോട്ട് കയറുന്നേ ഉള്ളെങ്കിലും നല്ല മിടുമിടുക്കിയാണ്. അവൾ വന്ന് എന്നോടൊരു കാര്യം ചോദിച്ചു. പാസ്റ്റർ അങ്കിൾ, ഐ ഹാവ് എ ഫ്രണ്ട്, മൈ ബെസ്റ്റ് ഫ്രണ്ട്, പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് എ മുസ്ലിം ഗേൾ. ഒരു മുസ്ലിം പെണ്ണാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. എന്നിട്ട് പറയുകയാണ്, ഈ കുഞ്ഞ് പറയുകയാണ്, മൈ ഫ്രണ്ട് ഈസ് ടെല്ലിങ് മീ ദാറ്റ് our God is a weak God, God who cries, God who died. Our God is a weak God, and she is telling that their God is a powerful God, the best God, the greatest God. എൻ്റെ കൂടെ ഉണ്ട്, നിങ്ങളുടെ ദൈവം ബലഹീനനായ ദൈവമാണ്, ഞങ്ങളുടെ ദൈവമാണ് വലിയ ദൈവം, മരിക്കുന്ന ദൈവമാണോ, ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നു. വാട്ട് ഡു യു സേ ഓഫ് ദാറ്റ്? അപ്പച്ചൻ അതിനെക്കുറിച്ച് എന്നാ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 3ാം ക്ലാസ്സിൽ ഇപ്പം അങ്ങോട്ട് ഈ പുതിയ സ്കൂൾ വർഷം തുടങ്ങിയപ്പം 3ാം ക്ലാസ്സിലോട്ട് കയറിയതേ ഉള്ളൂ. ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നത് ഇതാ. എന്നിട്ട് അവളുടെ മമ്മി എന്നോട് പറഞ്ഞു, ഈ നോയമ്പിൻ്റെ സമയത്ത് വൺ ഡേ ദിസ് പർട്ടിക്കുലർ ഗേൾ കോൾഡ് ഹെയർ. ഇവർക്ക് ഫോണില്ല. അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഐ വോണ്ട് ടു ടോക്ക് ടു മൈ ഫ്രണ്ട്. ശരി, അപ്പോൾ കുഞ്ഞിൻ്റെ കൈ കൊടുത്തു. കുഞ്ഞിനെ കൊടുത്തപ്പോൾ, ഓ താങ്ക് യു വെരി മച്ച്, ഇതിങ്ങനെ മുറുക്കണായിരിക്കല്ലേ, ഓക്കെ, താങ്ക് യു. കൊടുത്തപ്പോൾ ഈ എന്തൊക്കെയോ ഖുറാനിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുക. ഈ മോളെ വായിച്ച് കേൾപ്പിക്കുമ്പം ഈ അമ്മ വന്ന് ഇങ്ങനെ അടുത്ത് നിന്ന് കേട്ടപ്പം ഫോൺ ഇങ്ങോട്ട് മേടിച്ചിട്ടോ, വാട്ട് ആർ യു ടെല്ലിങ്, വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ടെല്ലിങ് എന്ന് ആ കൊച്ചിനോട് പറഞ്ഞു. പറഞ്ഞു, ഐ ആം ഡൂയിങ് എ വെരി പയസ് തിങ്, ഒരു വലിയ ഗുണകരമായ പുണ്യകർമ്മം ഞാൻ ചെയ്യുക. ഇഫ് ഐ റീഡ് ഔട്ട് ദ ഹോളി ബുക്ക് ഡ്യൂറിങ് ദിസ് ഹോളി മന്ത് ഓഫ് റംസാൻ, ഇറ്റ് ബ്രിങ്സ് ബ്ലെസ്സിങ്സ് നോട്ട് ഓൺലി ടു മീ ബട്ട് ടു മൈ ഫ്രണ്ട് ഓൾസോ. നിങ്ങൾ ഓർത്തു നോക്കിയേ, നമ്മുടെ കുഞ്ഞുങ്ങൾ
പിന്നെ ഞാൻ ആ കുഞ്ഞിന് വളരെ ലളിതമായിട്ട് അതിന് മനസ്സിലാവുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവൾ അവിടെ പറഞ്ഞു, നോ ഷീ ഈസ് നോ ലോങ്ങർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഐ ലീവ് ഹെർ, ഐ ഡോണ്ട് വാണ്ട് ഹെർ ടു ബി മൈ ഫ്രണ്ട് എനിമോർ. ഞാൻ പറഞ്ഞു, നമ്മുടെ കർത്താവ് മനുഷ്യനായി ഇവിടെ വന്ന് നമ്മളോട് താതാത്മ്യപ്പെട്ടു, അങ്ങ് മാറി നിൽക്കുന്നൊരു ദൈവമല്ല. ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് നോട്ട് ഓൺലി എമംഗ് യങ് ചിൽഡ്രൻ, യങ്സ്റ്റേഴ്സ് ഓൾസോ, നമ്മുടെ ചെറുപ്പക്കാരും ഇങ്ങനെ ഐഡിയോളജിക്കൽ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിന് ഉത്തരം കൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കുകയും നമ്മളതിനെതിരെ ബോധവാന്മാരായിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായുള്ള പ്രശ്നം ത്രിയേകത്വമാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് പറയുമ്പോൾ ത്രിയേക ദൈവം എന്ന ആശയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കത്തക്കതുപോലെ നമുക്ക് ബോധ്യം വന്നിരിക്കണം. വി ഷുഡ് ബി കൺവിൻസ്ഡ് ഓഫ് ദാറ്റ്. മറ്റുള്ളവർക്ക് അത് നമുക്കറിയാമല്ലോ, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിയുന്ന വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കാന്നാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, പാസ് പറഞ്ഞ് പഠിപ്പിക്കുന്നതെന്ന് നമ്മളങ്ങനെ, ഞാനൊരിക്കലും നിങ്ങളെ പഠിപ്പിക്കുമല്ലോ കേട്ടോ, നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുക. ഞാനൊരു പഠിതാവാണ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ദൈവവചനം പഠിക്കുന്നതും സ്തോത്രം പ്രാർത്ഥിക്കുന്നതുമാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുക. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ വരണേ പ്ലീസ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ത്രിയേക ദൈവം, ബൈബിളിൽ ത്രിയേകത്വമെന്നോ ട്രിനിറ്റി എന്നോ ട്രയൂണിറ്റി എന്നോ ഒന്നുമില്ല. നമുക്കതറിയാം, ഇല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു വാക്കിൽ ഒതുങ്ങുന്നതല്ല ദൈവിക വെളിപ്പാട്. ഒരു വാക്കിൽ ഒതുങ്ങുന്നതല്ല. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പിന്നെ വിശദീകരിക്കാം. എന്നാൽ തുടക്കം മുതൽ ഒടുക്കം വരെ, ഫ്രം ജെനസിസ് 1:1 till the end, ഈ ഉപദേശം വ്യക്തമായി വെളിപ്പെട്ടിരിക്കുന്നുണ്ട്. സ്തോത്രം. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്കതുപോലെ ഞാൻ ഒരു ചെറിയ വിശദീകരണം നിങ്ങളോട് പറയാം. നിങ്ങൾ എൻ്റെ കൂടെ വന്നേ പ്ലീസ്. നമുക്കറിയാം, ഈ ദൈവിക ഗുണവിശേഷങ്ങൾ പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. നമുക്കറിയാമല്ലോ. ഒന്ന്, യുണീക്ക് ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, ദൈവത്തിന് തനതായ ഗുണവിശേഷങ്ങൾ, യുണീക്ക് ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. അത് ദൈവത്തിന് മാത്രമുള്ള ഗുണവിശേഷങ്ങളാണ്. രണ്ട്, കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, പകരപ്പെടാവുന്ന ദൈവിക ഗുണവിശേഷങ്ങൾ. യുണീക്ക് ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, മാറ്റമില്ലാത്തവൻ. അത് ഓർക്കണം കേട്ടോ, മാറ്റമില്ലാത്തവൻ. അത് നമ്മൾ സാധാരണ പറയാറില്ല. മറ്റേത് മൂന്നും ലോകത്തിലെ പല ദൈവിക സങ്കല്പങ്ങളിലും പറയുന്നുണ്ട്, മറ്റേ മൂന്നും. പക്ഷെ ഇത് ബൈബിളിൻ്റെ യുണീക്കാണ്. ഇമ്മ്യൂട്ടബിലിറ്റി, ഓംനീഷ്യൻസ്, ഓംനിപൊട്ടൻസ്, ഓംനിപ്രസൻസ് ആൻഡ് ഇമ്മ്യൂട്ടബിലിറ്റി, മാറ്റമില്ലായ്മ. ഇത് ദൈവത്തിന് മാത്രമുള്ള ഗുണവിശേഷമാണ്. എന്നാൽ ദർ ആർ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, ദൈവം പകർന്നു കൊടുക്കുന്ന ഗുണവിശേഷങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നീതി, വിശുദ്ധി, തേജസ്, പരിജ്ഞാനം, ഈ 4 ഗുണവിശേഷങ്ങൾ നമുക്ക് തന്നതായി ദൈവാനുരൂപതയിൽ നമ്മൾ പ്രാപിച്ചതായി തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, സ്നേഹം, ആർദ്രത, ദയ, കരുണ, വിശ്വസ്തത, ഈ വക ഗുണവിശേഷങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നവയാണ്. എന്നാൽ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ, ഫസ്റ്റ് എമംഗ് ഈക്വൽസ് എന്ന പോലെ, സമന്മാരിൽ ഒന്നാമൻ എന്നതുപോലെ ഈ ദൈവിക ഗുണവിശേഷങ്ങളിൽ ഒരെണ്ണം മുമ്പിൽ നിൽപ്പുണ്ട്. ഫസ്റ്റ് എമംഗ് ഈക്വൽസ്, ഒന്നും മറ്റൊന്നിനേക്കാൾ വലുതാണെന്ന് പറയാൻ പാടില്ല. ബട്ട് ഫസ്റ്റ് എമംഗ് ഈക്വൽസ്, ആൻഡ് ദാറ്റ് ഈസ് ലവ്. അതാണ് സ്നേഹം. അതുകൊണ്ടാണ് ബൈബിളിൽ ദൈവം സ്നേഹം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. ഇനി ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്നേഹത്തെക്കുറിച്ചൊരു ഇച്ചിരി ഒന്ന് ചിന്തിക്കാം. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഒരു കൈനറ്റിക് ഇമോഷനാണ്. ദാറ്റ് മീൻസ് ഇതൊരു ചലനാത്മക പ്രകൃതമാണ്. ഇറ്റ്സ് എ കൈനറ്റിക് ഇമോഷൻ. വാട്ട് ഡസ് ഇറ്റ് മീൻ? ദാറ്റ് മീൻസ് ലവ് ഈസ് ടു ബി പോർഡ് ഔട്ട് ആൻഡ് ലവ് ഈസ് ടു ബി റിസീവ്ഡ്. നദി പോലെയാണ്. തോടുകൾ വന്ന് ചേരണം, ഒഴുകണം. കെട്ടി നിന്നാൽ തടാകമാകും, നദി അല്ലാതാകും. അപ്പോൾ ഇതൊരു കൈനറ്റിക്, ചലനാത്മക പ്രകൃതം. ഇറ്റ് ഇസ് എ കൈനറ്റിക് ഇമോഷൻ.
ചലനാത്മക പ്രകൃതമാണ്. അല്ലെങ്കിൽ ഉറഞ്ഞു നിൽക്കുക, അതെന്നാ സ്നേഹമാണ്? പകരപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ സ്നേഹം സജീവമായിരിക്കുകയുള്ളൂ. ഇഫ് ലവ് ഈസ് ടു ബി ആക്റ്റീവ്, ഇറ്റ് ഹാസ് ടു ബി poured ഔട്ട് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി റിസീവ്ഡ്. നോക്കണേ, അപ്പോൾ ഇനി ദൈവത്തെ ഒന്ന് ചിന്തിച്ചേ. അനാദി, ബൈബിൾ പറയുന്ന വാക്ക അനാദി. എന്താ ഈ അനാദി? ആദിയിൽ ദൈവം സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ആദിയില്ല. ആദിക്കു മുമ്പ് സ്വർഗമോ ഭൂമിയോ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം മാത്രമേ ഉള്ളൂ. ദൈവമുണ്ട്, ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം മാത്രമുള്ള അനാദി. അതാണല്ലോ 90-ാം സങ്കീർത്തനത്തിൽ മോശ പറയുന്നത്, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ, അതായത് ആദിക്കും മുമ്പേ, അനാദിയായും ശാശ്വതമായും നീ ദൈവമാണ്. യു ആർ ദി eternal God. There was no point wherein there was no God, and there shall be no point when God won't be there. God is the eternal one. നിത്യനായവൻ ദൈവം മാത്രമാണ്. അപ്പോൾ ആ അനാദിയിൽ ദൈവം മാത്രമുള്ള അനാദി. സ്വർഗം ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഈ വിമർശനാത്മകമായി ചിന്തിക്കുന്ന ആൾ, ആദിയിൽ ആ ദൈവം സൃഷ്ടിച്ചെങ്കിൽ അതിനു മുമ്പ് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ദൈവം അതിനു മുമ്പ് എവിടെ ആയിരുന്നു താമസിച്ചത്? വേർ ഡിഡ് ഗോഡ് ഡ്വെൽ? ദൈവം എന്നെ ഹോംലെസ് ആയിരുന്നു എന്നൊക്കെ പരിഹസിച്ച് ചോദിക്കുന്നവരുണ്ട്. ശ്രദ്ധിച്ച്, ദൈവത്തിന് പാർക്കാൻ സ്ഥലമൊന്നും വേണ്ട, സ്ഥലമൊന്നും വേണ്ട. പിന്നെ സ്വർഗം ദൈവത്തിൻ്റെ പാർപ്പിടമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വർഗം ദൈവത്തിൻ്റെ പാർപ്പിടമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ശരിയാ, പാർപ്പിടമാണെന്ന് പറഞ്ഞു. അതേ സമയത്ത് ദൈവം സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങുന്നവനും അല്ല എന്നും തിരുവെഴുത്ത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. സ്തോത്രം. ഞാൻ നിങ്ങളെ ഒന്ന് വാക്യം കാണിച്ചു തരാം. മീൻസ് ക്രോണിക്കിൾസ്, സെക്കൻഡ് ക്രോണിക്കിൾസ്, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം, അതിലെ 6-ാമത്തെ അധ്യായം, അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ മനുഷ്യരോടുകൂടെ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. കണ്ടോ? എന്നിട്ട് തൊട്ട് താഴെ കണ്ടേ 21 ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയൻ്റെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും യാതനകളെ കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ. കണ്ടോ? സ്തോത്രം. അപ്പോൾ തൊട്ട് മേളിൽ പറഞ്ഞു സ്വർഗത്തിലും സ്വർഗാസ്വർഗത്തിലും ഒതുങ്ങുകയില്ലെന്ന്. തൊട്ട് താഴെ പറയുക നിന്റെ വാസസ്ഥലമായ സ്വർഗം. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്? ഈ തിയോളജിയിൽ പ്രോബ്ലമില്ല, ടെൻഷനേ ഉള്ളെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ കോൺട്രഡിക്ഷൻ ഇൻ തിയോളജി. ദൈവവചനത്തിൽ ഈ ഓപ്പോസിറ്റ്സ് ഇല്ല, കോൺട്രഡിക്ഷൻസ് ഇല്ല. പിന്നെ എന്തുകൊണ്ട്? ടെൻഷനുണ്ട്. എന്താ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ മീൻസ് പ്രയാസം മാത്രമേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഞാനൊന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയിക്കോട്ടെ. അതായത് ഈ സ്വർഗം എന്തിനാ ദൈവം സൃഷ്ടിച്ചെന്നറിയാമോ? ദൈവത്തിന് പാർക്കാൻ സ്ഥലം ഉണ്ടാകാൻ വേണ്ടിയല്ല, നമ്മൾ വീട് വെക്കുന്ന പോലെ അല്ല. സ്തോത്രം. പിന്നെ സൃഷ്ടികൾക്കു വേണ്ടി അവിടുത്തെ ദിവ്യ സാന്നിധ്യം എല്ലായ്പ്പോഴും വെളിപ്പെട്ടിരിക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ദൈവം സ്വർഗം സൃഷ്ടിച്ചത്. അതായത് അനാദിയിൽ ദൈവം ഒരു നിർണയം എടുത്തു. അതാണ് എഫേസ്യ ലേഖനം. എൻ്റെ കൂടെ വരണേ നിങ്ങൾ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വെളിപ്പാട് പൗലോസ്ലീഹായ്ക്ക് ദൈവം കൊടുത്തു എന്ന് അവിടെ പറയുക. ഞാനൊന്ന് വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 9 ഓൺവേർഡ്സ്. 8 മുതൽ വായിക്കാം. സകല വിശുദ്ധമായ ഏറ്റവും ചെറിയവനായ എനിക്ക് മർമ്മത്തിൽ
ആ വായിച്ചോളൂ, ഇച്ചിരൂടെ വായിച്ചാട്ടെ. ആ സഭ വരുന്നു. താങ്ക് യു വെരി മച്ച്. എൻ്റെ പൊന്നു സൗരങ്ങളെ, അതൊരു 2-3 ദിവസം ഒന്നിച്ച് പഠിപ്പിച്ചാൽ കൊള്ളാം, പറഞ്ഞാൽ ചിന്തിക്കാനും മാത്രമുണ്ട്. പക്ഷേ അവിടെ ഒരു കാര്യം മാത്രം ഒന്ന് സൂചിപ്പിച്ചു പോകാനാ. അനാദിയിൽ ദൈവമെടുത്ത ഒരു തീരുമാനമുണ്ട് ആദിക്കും മുമ്പ്. ആ തീരുമാനത്തിൻ്റെ നടത്തിപ്പിൻ്റെ രേഖയായി വചനം. ഞാൻ വ്യക്തമാക്കി തരാം, കൂടെ വന്നാൽ മതി നിങ്ങൾ. ശ്രദ്ധിക്കണേ. അതായത് അനാദിയിൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, അനാദി എന്ന് പറഞ്ഞാൽ ആദിക്കും മുമ്പ് ദൈവം ഒരു നിർണയം. അനാദി നിർണയം. ആ അനാദി നിർണയം അതെന്താണെങ്കിലും അത് യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചു. യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച ആ അനാദി നിർണയം സഭയിൽ വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം സഭയെ കുറിച്ചുള്ളതാണ് അനാദിയിലെ നിർണയം. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ എന്നുള്ളത് എനിക്ക് ഇത് തിരിച്ചു വരണം. ഇത് ജസ്റ്റ് പറഞ്ഞൊന്ന് പൊക്കോട്ടെ. അപ്പോൾ സഭയെ സംബന്ധിക്കുന്നതാണ് ദൈവത്തിൻ്റെ അനാദിയിലെ നിർണയം. ആ അനാദിയിലെ നിർണയം, ആ നിർണയവുമായി ബന്ധപ്പെട്ട് ആ നിർണയത്തിൻ്റെ രംഗവേദിയായി, ദ അരീന ഓഫ് ആക്ഷൻ of executing this eternal purpose that God desired on in eternity past. എല്ലാവരും എൻ്റെ കൂടെ തന്നെ വരണേ. സ്തോത്രം. ദൈവം ആദിക്കും മുമ്പ് തൻ്റെ തിരുഹൃദയത്തിലെടുത്ത ഒരു നിർണയം, എ ഡിസിഷൻ, ഒരു നിർണയം, എ പർപ്പസ് ഗോഡ് ടുക്ക് ഇൻ ഇറ്റേണിറ്റി പാസ്റ്റ്. അങ്ങനെ പറയാമെങ്കിൽ ഇറ്റേണിറ്റി പാസ്റ്റ് എന്ന് പറയുന്നത് ഇച്ചിരി ഒരു കുഴപ്പമുണ്ട്, പോട്ടെ, തൽക്കാലം അങ്ങനെ പറയാം. ഇറ്റേണിറ്റി പാസ്റ്റിൽ അന്ന് ദൈവം തിരുഹൃദയത്തിൽ ഒരു നിർണയമെടുത്തു. ആ നിർണയത്തിൻ്റെ നിവൃത്തി യേശു ക്രിസ്തുവിൽ നടന്നു. അതിന്ന് സഭയിൽ വെളിപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സഭ എന്ന ഒരു സവിശേഷ സൃഷ്ടി രൂപപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ നിസാരന്മാരല്ല കേട്ടോ. സ്തോത്രം. കർത്താവ് അനുവദിക്കുകയാണ്, ഞാൻ കൂടുതൽ വിശദീകരിച്ച് തരാം. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ അനാദിയിലെ ആ നിർണയം, അതുകൊണ്ടാണ് ആ നിർണയത്തിൻ്റെ നടത്തിപ്പ്, അതിൻ്റെ എക്സിക്യൂട്ടിങ്, അതിൻ്റെ നടത്തിപ്പ്, അത് നടത്തിയെടുക്കുന്നതിൻ്റെ വിവരണമാണ് ബൈബിളിൻ്റെ ഉള്ളടക്കം. സ്തോത്രം. കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കട്ടെ. തുടക്കം മുതൽ ഒടുക്കം വരെ ഇതാണിങ്ങനെ നിറഞ്ഞു നിൽക്കുക. സഭ ദൈവസഭ ഒരുക്കപ്പെടുന്നതിന് വേണ്ടി അതിൻ്റെ രംഗവേദി എന്ന് പറഞ്ഞാൽ ദി അരീന ഓഫ് എക്സിക്യൂട്ടിങ് ദാറ്റ് പേർപ്പസ്. അതിനാണ് സൃഷ്ടി, സകലവും സൃഷ്ടിച്ചത്. അപ്പോൾ സൃഷ്ടിക്കു വേണ്ടി ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും വെളിപ്പെട്ടിരിക്കുവാൻ ദൈവം ഒരു സ്ഥലം സൃഷ്ടിച്ചു. അതാണ് സ്വർഗം. പക്ഷേ സ്വർഗത്തിൽ ദൈവം പരിമിതനല്ല. ഗോഡ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു ഹെവൻ ഇറ്റ് സെൽഫ്. അവിടെ ലിമിറ്റഡ് അല്ല. എന്നാൽ ഈ സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഒരു തേജോരൂപിയായി ദൂതന്മാർ ആർത്തുപാടി സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും വെളിപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അപ്പോൾ തന്നെ അത്യുന്നത സ്വർഗത്തിൽ, സ്തോത്രം, സിംഹാസനസ്ഥനായി ദൂതന്മാർ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവനായി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്, ഈവൻ നരകത്തിലുമുണ്ട്. നമ്മുടെയൊക്കെ ചിന്ത സ്വർഗം ദൈവത്തിൻ്റെ രാജ്യം, നരകം പിശാചിൻ്റെ രാജ്യം എന്നൊക്കെയാണ്. അങ്ങനല്ല. അതവൻ്റെ തടവറയാ.
അവിടെയും വാഴുന്നവൻ ദൈവമാ. അതുകൊണ്ടല്ല നിൻ്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടെ പോകും? തിരിച്ചിന് വേണ്ടി ഞാൻ എവിടേക്ക് ഓടും? സ്വർഗത്തിൽ കയറിയ പാതാളത്തിൽ എൻ്റെ കിടക്കി വിരിച്ചാൽ അവിടെയുണ്ട്. അവിടെയും വാഴുന്നവൻ എൻ്റെ ദൈവമാ, സർവവ്യാപിയാണ്. അപ്പോൾ തന്നെ അവിടുത്തെ സാന്നിധ്യം എല്ലായിടത്തും വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ എപ്പോഴും സൃഷ്ടികൾക്ക് വേണ്ടി തൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും വെളിപ്പെട്ടിരിക്കുവാൻ ദൈവം പ്രസാദിച്ച് സൃഷ്ടിച്ച ഒരു സ്ഥലമാണ് സ്വർഗം. സ്തോത്രം. അതിന് തുടക്കമുണ്ട്. സ്വർഗം സൃഷ്ടിച്ചതാ. സ്തോത്രം. ദൈവം സ്വർഗത്തിൽ സീമിതനല്ല. ഗോഡ് ഈസ് നോട്ട് ലിമിറ്റഡ്. ഗോഡ്സ് പ്രസൻസ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു ഹെവൻ. സ്തോത്രം. നോക്കണേ. അപ്പോൾ ഇതെല്ലാം സൃഷ്ടിക്കുന്നത്, നോക്കണേ, സ്തോത്രം, ഒരു നിർണയമാണ്. ആ നിർണയത്തിന് മുമ്പ് ദൈവമേ ഉള്ളൂ. അന്നും ദൈവത്തിൻ്റെ സ്വഭാവം ഇന്നെന്തോ അതാ. സ്തോത്രം. മാറ്റമില്ലല്ലോ, മാറ്റം വരാത്തതല്ലേ. അന്നും ദൈവം സ്നേഹമാണ്. അവിടാണല്ലോ ഞാൻ പറഞ്ഞു പോയത്. കൂടെ വരണേ. സ്നേഹമാണ്. ഈ സ്നേഹം ചലനാത്മക പ്രകൃതമാണ്. പകരപ്പെടണം, സ്വീകരിക്കപ്പെടണം. ദൈവം ഏകനാണ്. ഒരുവനെ ഉള്ളെങ്കിൽ അന്ന് ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ സജീവമായിരുന്നു. സ്തോത്രം. How was God's love remaining active in eternity past when there was no other creation who would love God and to whom God's love would flow to? ദൈവത്തിൻ്റെ സ്നേഹം അങ്ങോട്ട് ചെല്ലാൻ സൃഷ്ടിയില്ലോ ഒന്നുമില്ലല്ലോ. ദൈവത്തെ സ്നേഹിക്കാനും സൃഷ്ടി ഒന്നുമില്ലല്ലോ. അന്ന് ദൈവത്തിൻ്റെ സ്നേഹം ഉറഞ്ഞു കൂടി ഇങ്ങനെ ഇരുന്നോ? ദൈവത്തിൻ്റെ സ്നേഹം സജീവമായിരുന്നതെങ്ങനെ? സ്തോത്രം. ഇവിടെയാണ് ത്രിയേകത്വത്തിൻ്റെ കേന്ദ്രം. ദൈവം എന്ന ഏകത്വത്തിൽ ആളത്വ ബഹുത്വമുണ്ട്. ദൈവം എന്ന ഏകത്വത്തിൽ ആളത്വ ബഹുത്വമുണ്ട്. സ്തോത്രം. അപ്പോൾ ദൈവം ത്രിയേകനല്ലെങ്കിൽ സ്നേഹവാനായ ദൈവത്തിന് തന്നിൽ തന്നെ പൂർണ്ണനായിരിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. ദൈവം ത്രിയേകനല്ലെങ്കിൽ സ്നേഹവാനായ ദൈവത്തിന് തന്നിൽ തന്നെ പൂർണ്ണനായിരിക്കുവാൻ കഴിയില്ല. ഇച്ചിരി കൂടി ഞാൻ വ്യക്തമാക്കാം, ശ്രദ്ധിക്കണേ. സ്തോത്രം. 3 ആളത്വങ്ങൾ പരസ്പരമുള്ള സ്നേഹ കൂട്ടായ്മയുടെ പൂർണ്ണതയിൽ ദൈവം തന്നിൽ തന്നെ സർവസമ്പൂർണനായി വാഴുകയാ. God is self-sufficient in himself. God does not need anything or anybody from outside to satisfy any of his desires. ദൈവത്തിന് ഒരു താല്പര്യവും നിവർത്തിക്കാൻ പുറമേ നിന്നൊന്നും വേണ്ട. ദൈവം തന്നിൽ തന്നെ പൂർണ്ണനാണ്. തന്നിൽ തന്നെ പൂർണ്ണനായ ആ ദൈവം, സ്നേഹമായവൻ, 3 ആളത്വങ്ങൾ പരസ്പരമുള്ള സ്നേഹക്കൂട്ടായ്മയിൽ സമ്പൂർണനായി വാഴുമ്പോൾ, സ്തോത്രം, ഈ സ്നേഹം പങ്കുവയ്ക്കാൻ ഒരു സവിശേഷ സൃഷ്ടി ഉണ്ടാകണമെന്ന് ദൈവ തിരുഹൃദയത്തിന് താല്പര്യമായി. സ്തോത്രം. നോക്കണേ, പൗലോസ് പറയുന്നത് തിരുഹിതത്തിന് പ്രസാദമായി. ഇറ്റ് പ്ലീസ്ഡ് ദ ഹാർട്ട് ഓഫ് ഗാഡ് ടു ബ്രിങ് അബൌട്ട് എ ക്രിയേഷൻ who would share in this love relationship. ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് ഒരു സൃഷ്ടിയെ കൂടെ ഉൾപ്പെടുത്തുവാൻ ദൈവ തിരുഹൃദയത്തിന് പ്രസാദമായി. സ്തോത്രം. അങ്ങനെ ദൈവസ്നേഹം പങ്കിടുവാൻ ദൈവം സൃഷ്ടിച്ച, സ്തോത്രം, വിശേഷപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യർ. സ്തോത്രം. ആ സ്നേഹം, സ്തോത്രം, അനുഭവിക്കുകയും ദൈവത്തെ തിരികെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് ദൈവസഭ. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ട് സഹോദരങ്ങളെ. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവിനോട് ഒരു ന്യായശാസ്ത്രി വന്ന് ചോദിച്ചു. ലൂക്കോസ് വിശേഷം 10:25 വായിക്കുമ്പോൾ അതിനകത്തൊരു ന്യായശാസ്ത്രി വന്ന് അവനെ പരീക്ഷിച്ച്, ഗുരു, നിത്യന് അവകാശമൊക്കെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ അങ്ങനെ വായിക്കുന്നു? അത് എഴുതിയിരിക്കുന്നതല്ല, വായിക്കാമല്ലോ. മനസ്സിരിക്കുന്ന മാനത്ത് കാണാമല്ലോ. സ്തോത്രം.
അതുകൊണ്ട് എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. കർത്താവ് പറഞ്ഞു, പിന്നെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. നീ പറഞ്ഞത് ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും, നിത്യജീവൻ കിട്ടും. അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. നോക്കണേ, പറഞ്ഞ ഉത്തരം ശരി. അപ്പോൾ നിത്യജീവന് പോണേ എന്ത് വേണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം. അവനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ വചനം പ്രമാണിക്കും. സ്നേഹിച്ച് പ്രമാണിച്ചെങ്കിലേ ഒക്കെ ഉള്ളൂ. ഇനിയുണ്ട്. കർത്താവ് എത്ര പ്രാവശ്യം പറഞ്ഞു ഇത് തന്നെ? എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയോ? ലൂക്കോസ് 14:25 വായിക്കുമ്പോൾ, ഏറിയ പുരുഷാരം അവനോട് പോകുമ്പോൾ അവൻ തിരിഞ്ഞവരോട്, thousands of people were following the Lord, and Palestine is a land with hills and valleys. Possibly Jesus was walking up a hill, ഒരു കൊച്ചു മല കയറുക. Halfway through there's a level place, maybe a rock. He stood on it and he turned back. Thousands were looking to his face before him. Then Jesus said, ഒരുവൻ എൻ്റെ പിന്നാലെ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരനെയും സഹോദരിയെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. സ്തോത്രം, സ്തോത്രം. മത്തായി സുവിശേഷം 10-ാം അധ്യായം 37, 38, 39 ഒന്ന് എടുത്തൊന്ന് വായിച്ചാൽ നഷ്ടമില്ലല്ലോ. ഒന്ന് വായിക്കാമോ പ്ലീസ്? മാത്യു ചാപ്റ്റർ 10 വേഴ്സ്. എനിക്ക് യോഗ്യനല്ല, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. താങ്ക് യു. കേട്ടോ, അവിടെയും കർത്താവ് പറയുന്നത്, അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. എനിക്ക് യോഗ്യനല്ലെന്നാ കർത്താവ് പറയുന്നത്. നമ്മളൊക്കെ എപ്പോഴും ചോദിക്കുന്നത് എന്താണെന്നറിയോ? അതും കൂടെ ചെയ്യുന്ന കൊണ്ട് സ്വർഗത്തിൽ പോയില്ലയോ? അങ്ങനെ ചെയ്യുന്ന കൊണ്ട് സ്വർഗത്തിൽ പോയില്ലേ? അതും കൂടെ ചെയ്താലേ സ്വർഗത്തിൽ പോവുള്ളൂ. നമ്മളെപ്പോഴും ചോദിക്കണം. നമ്മൾ ആ ചോദ്യം തിരിച്ചിടണം. അങ്ങനെ അല്ല ചോദിക്കേണ്ടത്. കർത്താവിന് യോഗ്യനാണോ എന്നാ ചോദിക്കേണ്ടത്. കർത്താവിന് യോഗ്യനാണോ? സ്വർഗത്തിൽ പോകാന്ന് പറയുന്നത് രണ്ടാം കാര്യമാണ്. എന്നാ ഉദ്ദേശിച്ച് പറയുന്നത്? അതെ, രണ്ടാം കാര്യം. ഒന്നാമത്തത് കർത്താവിന് യോഗ്യതയുള്ള ഒരു മണവാട്ടിയാകുക എന്നുള്ളതാണ്. നിങ്ങളതിൻ്റെ കൂടെ ഉണ്ടോ? മുഴുവനും അംഗീകരിക്കുന്നില്ല, ഞാൻ കൂടുതൽ വിശദീകരിക്കാം, ഉദാഹരണമൊക്കെ പറഞ്ഞ് വിശദീകരിക്കാം. സ്തോത്രം. ശ്രദ്ധിക്കണേ സൗരങ്ങളെ, കർത്താവിന് യോഗ്യനായിരിക്കുക എന്നുള്ള പ്രധാനം. Is it worthy of the Lord? I being the beloved bride of the Lord, is it worthy of him? Does this make me worthy of him? ഇത് എന്നെ കർത്താവിന് യോഗ്യതയുള്ളവളാക്കുന്നു, കർത്താവിന് വേണ്ടി യോഗ്യതയുള്ളവളാക്കുമോ, യോഗ്യതയുള്ളവനാക്കുമോ? അതാ നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. സ്വർഗത്തിൽ പോകുന്നുള്ള രണ്ടാം കാര്യമാണ്. സ്തോത്രം. ഓർത്ത് നോക്കുക. പറഞ്ഞ ഒരു ഉദാഹരണം പറയാം. നടന്ന സംഭവം ഇച്ചിരി എഡിറ്റ് ചെയ്തിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടി. ഒരു കുടുംബം, ഒരു മോളുണ്ടായിരുന്നു ആ വീട്ടിൽ. അവരെ വീട് ഈ NH-47 ഇങ്ങനെ വൈഡൻ ചെയ്ത് വന്നപ്പം അവരുടെ സ്ഥലം അങ്ങ് എടുത്തു പോയി. 3/4 സെൻറ്റ് കിട്ടി. എന്ത് ചെയ്യും? ആ 3/4 സെൻറ്റിനകത്തൊരു കൊച്ചു കൂട്ടിൽ വെച്ച് താമസിക്കുക. ഒരു മോളുണ്ട്, മിടിക്കുക. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം വെളുപ്പിനെ ഈ പിതാവ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു അജ്ഞാത വാഹനം വന്ന് ഇടിച്ചു തെറിപ്പിച്ചു. ബോധം കെട്ട് ഹോസ്പിറ്റലായിരുന്നു. വർഷങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നു. അധികം ബന്ധുക്കളും ആരും ഒന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ കിടക്കുക. ഈ മോടെ പഠിത്തവും ഉഴപ്പി അമ്മയും മോളും ഹോസ്പിറ്റലിൽ കൂട്ടിയിരിക്കുക. ഇതിന് പൊന്നും വില കിട്ടി, കോമ്പൻസേഷൻ കിട്ടി ഈ സ്ഥലത്തിന്. അത് മുഴുവൻ ചികിത്സയ്ക്ക് തീർന്നു. ഒടുവിൽ അങ്ങേരും മരിച്ചു. നിർധനരായി, നിസ്സഹായരായി. പഠിത്തവും നടന്നില്ല. ഈ കൊച്ചും ഈ അമ്മയും മാത്രം. ആ അമ്മ പറഞ്ഞത്, ഞാൻ പകൽ കിടന്നുറങ്ങും, രാത്രി കുഞ്ഞിനെ കൂട്ടിരിക്കുക. കാര്യം
കെട്ടുറപ്പില്ലാത്ത, അടച്ചുറപ്പില്ലാത്ത വീട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു NRI അച്ചായൻ്റെ വീട്, 3 മക്കളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇച്ചിരി എഡിറ്റ് ചെയ്തെന്നേ ഉള്ളൂ. 2 പെൺപിള്ളേരും ഒരു മോനുമാണ്. ഈ പെൺപിള്ളേർ 2 ഒരു രാജകുമാരികളെ പോലെ മിട്ടുമിടുക്കനാണ്. ഈ മോൻ ഇച്ചിരി ഒരു മന്ദബുദ്ധിയാണ്. അപ്പം ഒത്തിരി സമ്പത്തൊക്കെ ഉണ്ട്. ഈ മോക്ക് വേണ്ടി ആരോ ഈ മോനെ കല്യാണം ആലോചിച്ചു. ഗതികേട്, കഷ്ടപ്പാടല്ലേ. അങ്ങനെ വന്നപ്പം ശരി, ഇവർ 2 പേരും കാണാനായിട്ട് ഫെയ്ത്ത് ഹോമിൽ ഒരു സമയം ഒരുക്കി. ബന്ധുക്കൾ ഒത്തിരി പേരും സഭയിലെപ്പെട്ട പ്രധാനികളും എല്ലാം വന്നിട്ടുണ്ട്. ഇവർ തമ്മിലെ കണ്ടപ്പോഴാണ് ഈ കൊച്ചിന് മനസ്സിലായത് ഇവൻ അത്ര ഹോപ്പ്ലെസ്ലി ലോസ്റ്റാണ്. തീരെ അങ്ങ് ആൾ പോക്കാന്ന് ആ കൊച്ചിനങ്ങോട്ട് മനസ്സിലായി. മിടിക്കുക അവൾ പെട്ടെന്ന് ഓടി ഫെയ്ത്ത് ഹോമിനകത്തോട്ട് കയറി കരച്ചിൽ തുടങ്ങിയാണ്. കട്ടിലെ കവണ് വീണ് കിടന്ന് കരച്ചില്ല. പാസ്റ്ററുടെ ഭാര്യ, എടി മണ്ടി പെണ്ണേ, നീ എന്താടി പറയണത്? ദൈവം കൊണ്ടുവന്നല്ലേ, നിങ്ങൾക്ക് വേണ്ടി എന്ത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച? ദൈവം കൊണ്ടുവന്ന നീ എന്നാ പറയുന്നേ? 3 കോടി രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്, നിൻ്റെ കൂടെ പേരിലാക്കാൻ പോവാ. 2 വീടുണ്ട്, അതെല്ലാം നിങ്ങളുടെ കൂടെ പേരിൽ എഴുതരും. ടൗണിലെ കടമുറിക്ക് 75,000 രൂപ വാടക കിട്ടുന്നുണ്ട് മാസം. നീ എന്തൊരു ഭാഗ്യവതിയാടി. സാരമില്ലെന്ന് അതൊക്കെ അങ്ങ് മാറുന്നേ, കുഴപ്പമില്ല വെച്ചേ, ദൈവം കൊണ്ടുവന്നല്ലേ. എന്തൊരു ഭാഗ്യവതിയാടി നീ. നിങ്ങൾക്കൊരു വീട് വാടകയ്ക്ക് എടുത്ത് തരാൻ പോവാ. നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വിടുക, ഒരു കാറും മേടിച്ചു തന്ന് ഈക്വൽ സ്റ്റാറ്റസ് ഒക്കെ ആക്കിയാൽ ഞങ്ങൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റാ ഞങ്ങൾ ചെയ്യുള്ളൂ. ഒടുവിൽ ഭയങ്കര കരച്ചിലായി. ഇവിടെ ഓൾറെഡി ബാക്കി എങ്ങനെ നടത്തുന്നതെന്ന് ഇവരെ പ്രമാണിമാരങ്ങ് ആലോചിക്കാൻ തുടങ്ങി. ഈ കരച്ചിലങ്ങ് ഉച്ചത്തിലായതുകൊണ്ട് അവർ വന്ന് വാതിക്ക് നിന്നപ്പോൾ കുട്ടി ഇത്ര മാത്രം വേണ്ട. ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാകുന്ന ഒരു കൂലിക്കാരൻ വല്ലതും മതി. ഞാനൊരു പുരുഷനാണെങ്കിലും എനിക്ക് ആ കുട്ടിയെക്കുറിച്ച് അഭിമാനം തോന്നുന്നു. അല്ല, അവൾ പറഞ്ഞത് ഇങ്ങനെ, എന്നായാലും എന്നാ, ആ ബംഗ്ലാവിൽ അങ്ങ് കയറിയ സ്വത്ത് എൻ്റെയും കൂടെ പേര് തരുമോ? ആ ബംഗ്ലാവിൽ അങ്ങ് കയറിക്കൂടിയാൽ മതി. ഈ കഷ്ടപ്പാടിൽ നിന്ന് ഒരു മോചനം ഉണ്ടായാൽ മതി എന്നാണ് അവൾ പറയുന്നതെങ്കിൽ അവൾ സ്ത്രീത്വത്തിനൊരപമാനമല്ലേ? എങ്ങനെയും നരകത്തിൽ നിന്ന് ആരും സ്വർഗത്തിൽ കയറിയാൽ മതി. ഇതല്ലേ സ്വർഗം മതി, സ്വർഗം മതി, സ്വർഗം 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 പറഞ്ഞു നടക്കുക. കാണുകയല്ല. Basically, we are drifting away from the revealed the truth of the scriptures. ദൈവവചനത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിൽ നമ്മൾ അറിയാതെ പോയിക്കൊണ്ടിരിക്കുക. സ്വർഗത്തിൽ പോകാന്നുള്ളത് 2ാം കാര്യമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ മനസ്സിലായോ? 2ാം കാര്യമല്ല, 7ാം കാര്യമാണെന്ന് വേണ്ടി പറയാം. മൈ ബ്രൈഡ് ഗ്രൂം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ടു മീ. എൻ്റെ മണവാളനാണ് എനിക്ക് വലുത്. സ്തോത്രം. എനിക്ക് ആ ബംഗ്ലാവൊന്നുമല്ല വലുത്. സ്വർണ്ണക്കൂഞ്ഞാലയിൽ ആടുന്നതും ജീവവൃക്ഷത്തിൽ നിന്ന് തിന്നുന്നതും ജീവജല നദി നീന്തുന്നതും സ്വർണ്ണത്തെരുവിലൂടെ തിരുമ്മി നടക്കുന്നു. I don't want that. I want my Lord. ദയവ് ചെയ്ത് ഇന്നു മുതൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിക്കുന്നവരോട് തിരിച്ചു കൊടുത്തേക്കണം. അത് നിർത്ത്. കർത്താവിന് ഉള്ളവനാണോ എന്ന് ചിന്തിക്കാൻ പറയണം. സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടേ സൗരങ്ങളെ. സ്തോത്രം. ഹല്ലേലൂയ. വിഷയത്തിൽ പോകുന്നത് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ മടങ്ങി വന്നോട്ടെ. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സവിശേഷ സൃഷ്ടിയായി ദൈവസഭ ഒരുക്കപ്പെടണം എന്നുള്ളതാണ് അനാദിയിലെ നിർണയം. ആ അനാദിയിലെ നിർണയത്തിൻ്റെ നടത്തിപ്പിനാണ് സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു, ദൂതന്മാരെ സൃഷ്ടിച്ചു, ഈ ഏദനിലെ പാപം, ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ട എല്ലാം. അതുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഈ പുസ്തകത്തിൽ നിങ്ങൾ കണ്ട എന്നോടും കൂടെ പറ. ഈ പ്രോജക്റ്റുമായി ബന്ധമില്ല. അതുകൊണ്ടാണ്
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് പറയുന്നതിനകത്തെ ആദിയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ടൈം പോയിന്റ് അല്ലേ, ഒരു ടൈം പോയിന്റ്. പക്ഷേ ശ്രദ്ധിച്ചേ പറയാം, മൂലകൃതിയിൽ എന്താണെന്നറിയാമോ? മൂലകൃതിയിൽ ബറേഷിത്ത് എന്നാ. ബറേഷിത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദിയായി, തുടക്കമായി എന്നാണ്, ഉദ്ഘാടനമായി എന്നാണ് അതിൻ്റെ അർത്ഥം. ശ്രദ്ധിക്കണേ, സ്തോത്രം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ചില തിയോളജൻസ് പറഞ്ഞത് ഇൻ ദ ബിഗിനിങ് എന്ന് തർജ്ജമ ചെയ്യരുത്, ഇൻ ബിഗിനിങ് എന്ന് തർജ്ജമ ചെയ്യണമെന്ന്. ഇൻ ബിഗിനിങ് rather see, as the first step of executing the eternal plan of God created the heavens and the earth. സ്തോത്രം. ഈ അനാദി നിർണയത്തിന്റെ നടത്തിപ്പിന്റെ ആദ്യത്തെ ചുവട് ഉദ്ഘാടനമായിട്ടാണ് സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചെന്നു. അതാ ബറേഷിത്ത്. സ്തോത്രം. ആട്ടെ, മുമ്പിട്ട് നോക്കട്ടെ. അപ്പൊ നോക്കണേ, ഈ സ്നേഹം പങ്കുവയ്ക്കാൻ, സ്തോത്രം, ഒരു വിശേഷ സൃഷ്ടിയായി ദൈവസഭ ഒരുക്കപ്പെടണമെന്നുള്ള ഈ പ്ലാൻ, ആ പ്ലാനിന്റെ നടത്തിപ്പിൽ ത്രിയേക ദൈവവും പങ്കാളികളാണ്. സ്തോത്രം. അപ്പോൾ ദൈവം ത്രിയാണ്. ഏറ്റവും നല്ല ഉദാഹരണം മനുഷ്യൻ തന്നെയാണ് ത്രിയേകത്വത്തിന്. മനുഷ്യനാണ്. പരിശുദ്ധാത്മ ആരാണെന്ന് പറഞ്ഞു തരുവാ, ഞാൻ എൻ്റെ കൂടെ വരണേ പ്ലീസ്. സ്തോത്രം. ഏറ്റവും നല്ല ഉദാഹരണം മനുഷ്യൻ. നമ്മളെല്ലാം ത്രിയേകന്മാരാ. 1 തെസ്സലോനിക്കർ 5:23, സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം കർത്താവിൻ്റെ പ്രത്യക്ഷ അന്യോന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ ആത്മാവും പ്രാണനും ദേഹവും നമ്മൾ 3 കൂടി ഒന്നാ. സ്തോത്രം. 3 പക്ഷെ 3 കൂടെ ഒന്നാ. സ്ത്രീയകത്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണേ പ്ലീസ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിട്ട് വാട്ട് കളിപ്പിക്കുക കുറേ പേര്. നമുക്ക് ഉറപ്പുണ്ടാകണം ആദ്യം. സ്തോത്രം. അപ്പം വേഗം നിർവചനം പറയാം. സ്തോത്രം. ഫ്രം ദ നോൺ ടു ദി അൺനോൺ എന്നാണല്ലോ ടീച്ചിങ് പ്രിൻസിപ്പിൾ. അറിയാവുന്നതിൽ അറിയാൻ മേലാത്തതിലേക്ക്. ദേഹം, ഇത് നമുക്കറിയാം. ഈ ദേഹത്തിന് നിർവചനം പറഞ്ഞാൽ മണ്ണിൽ നിന്നെടുത്തതും മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതും മണ്ണിനെക്കുറിച്ച് നമ്മളെ ബോധപ്പെടുത്തുന്നതും മരിക്കുമ്പോൾ മണ്ണിലേക്ക് മടങ്ങേണ്ടതുമാണ് മണ്ണാങ്കട്ട ശരീരം. ഇത് മണ്ണാങ്കട്ടയാ. നോക്കണേ, മണ്ണിൽ നിന്നെടുത്ത ദൈവം മണ്ണ് കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മൂക്കിൽ ജീവശ്വാസം ഊതി. സ്തോത്രം. നോക്കണേ, അതാണ് മണ്ണ്. ഇത് മണ്ണ. ഇനി ഇതിന് പോഷണം എന്തോ? മണ്ണ. എന്നെ കഴിച്ചാലും മണ്ണ, എന്ത് കഴിച്ചാലും മണ്ണ. നിങ്ങൾ പറയുമ്പോൾ വി ആർ ഇൻ United States, we eat the best food. Dear one, that too is a part of the soil we walk on. നമ്മൾ നടന്നോണ്ടിരിക്കുന്ന ഈ മണ്ണിൻ്റെ കട ഉടയമ്പരാൻ്റെ കരുതൽ, ദൈവത്തോട് നന്ദി ഉണ്ടാകാൻ ഒരു കരുതൽ പറയാം. ഒരു ദിവസത്തെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികൾക്ക് 1,00,000 കാലറി പിന്നെ കാർബോഹൈഡ്രേറ്റ്സും 50,000 യൂണിറ്റ് പ്രോട്ടീനും 25,000 യൂണിറ്റ് കാൽസ്യവും പൊട്ടാസ്യവും മഗ്നീഷ്യവും, ഇതൊക്കെ എല്ലാം വേണം. ഇതെടുക്കാൻ ഒറ്റ സോഴ്സേ ഉള്ളൂ, മണ്ണ്. ഇത് മണ്ണിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുമായിരുന്നെങ്കിൽ ഒരു ടിപ്പർ ലോറി മണ്ണ് പ്രോസസ്സ് ചെയ്യണമായിരുന്നു. ഇനി എന്നാൽ ഒടയതമ്പുരാൻ ചെയ്തിരിക്കുന്ന കേട്ടോണേ. സ്തോത്രം. ഒടയതമ്പുരാൻ ഈ ഒരു ടിപ്പർ ലോറി മണ്ണിനകത്തോട്ട് ചെടി നട്ടു. ഈ ചെടി അതിൻ്റെ വേരിനകത്തെല്ലാം പരത്തി വിട്ടു. ഇതിനകത്തുനിന്ന് ഗുണമുള്ള കണികൾ പെറുക്കിയെടുത്ത് ഞുള്ളിപ്പെറുക്കി അതും കൊണ്ടൊരു പഴമുണ്ടാക്കി, രുചികരമായ പഴമാക്കി 1 തരം പാക്കിങ് ഇട്ടിങ്ങ് തന്നു. അത് അടത്തിയെടുത്ത് പൊളിച്ച് തിന്നുമ്പോൾ വാവ്, ഈ ഒരു ടിപ്പറിൽ ഒരു മണ്ണിൽ നിന്ന് നമുക്ക് കിട്ടാവുന്നതെല്ലാം ഇതിനകത്ത് കിട്ടിക്കഴിഞ്ഞു. ഈ കോഴിയൊക്കെ നടന്ന് ഈ ചെതലിനെയും ചെളിനെയും ഒക്കെ കൊത്തിപ്പറക്കി തിന്ന് ഒരു മോട്ടയാക്കി തരുക. ഈ പശുവൊക്കെ വൈക്കോലൊക്കെ ചാരച്ച് തിന്ന് അതിൻ്റെ ശക്തിയുള്ള ദഹനരസം ഉപയോഗിച്ച് അതെല്ലാം ദഹിപ്പിച്ച് പാലാക്കി തരിക. ഈ ദൈവം തന്ന ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോണ്ടല്ലോ, ഹൃദയം നിറഞ്ഞൊരു വാക്ക് സ്തോത്രം ചെയ്തേച്ചാൽ കഴിക്കാവും. ഹൃദയം നിറഞ്ഞ സ്തോത്രം. ദൈവത്തിൻ്റെ പ്രൊവിഷൻ കണ്ടോ? മണ്ണിനാൽ പോഷണം. മണ്ണിനെക്കുറിച്ച് കണ്ണുകൊണ്ട് കാണുന്നു, മൂക്കൊണ്ട് മണക്കുന്നു, നാവുകൊണ്ട് രുചിക്കുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, കൈകൊണ്ട് സ്പർശിക്കുന്നു. വി ബിക്കം കോൺഷ്യസ് ഓഫ് ദ വേൾഡ് വിത്ത് എ ബാഡി. ഇനി ആത്മാവിന് നിർവചനം പറഞ്ഞാൽ, ആത്മാവ് ദൈവത്തിൽ നിന്ന്, ദൈവം ആത്മാവാ. ജീവശ്വാസത്തിന് ഊത്തിനാൽ മനുഷ്യാത്മാവിനെ സൃഷ്ടിച്ചു. ഇവിടെ തെറ്റിദ്ധരിക്കരുത്.
അതായത് നിങ്ങൾ വിചാരിക്കരുത് ദൈവം തൻ്റെ ആത്മസത്തയിൽ ഒരംശം എടുത്ത് മനുഷ്യൻ ഇൻസ്റ്റോൾ ചെയ്തെന്ന് വിചാരിക്കരുത്. ആത്മാവിനെ സൃഷ്ടിക്കുകയായിരുന്നു. ജീവശ്വാസ ഊത്തിനാൽ തൻ്റെ ജീവചൈതന്യത്തിൽ ഒരംശം എടുത്ത് മനുഷ്യനിൽ ഫിക്സ് ചെയ്യുമായിരുന്നില്ല. അങ്ങനെ ആയിരുന്നു എന്ത് പറ്റും? എല്ലാവരിലും ദൈവം ഇരിക്കുന്നെന്ന് വരും. അതാ ഈ അദ്വൈതം. തത്വമസി എന്ന് പറയത്തില്ലേ ഹിന്ദുക്കൾ, ഹിന്ദു സൗരങ്ങൾ തത്വമസി എന്ന് പറയുമ്പോൾ തത്വമസി എന്ന വാക്കിൻ്റെ അർത്ഥം ഞാനാണ് നീ, നീയാണ് ഞാൻ. അതാ അദ്വൈതം. രണ്ടല്ലേ ഒന്നാന്ന്, എല്ലാവരിലും ദൈവം ഇരിക്കുന്നെന്ന്. അത് ശരിയല്ല. ദൈവം ഊതിയപ്പം തൻ്റെ ജീവസത്തയിൽ ഒരംശം മനുഷ്യന് നിക്ഷേപിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോവും, അദ്വൈതമായി പോവും. ഞാൻ ചെന്നൈ താമസിച്ച കർത്താവിൻ്റെ വില ചെയ്യുന്ന കാലം ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ രുക്മിണീയം എന്ന് പറഞ്ഞൊരു വീടുണ്ടായിരുന്നു. ഈ രുക്മിണീയം എന്ന വീടിനകത്ത് ഒരു പഴയ ICS ഓഫീസറാണ്. പിന്നാണല്ലോ ബ്രിട്ടീഷുകാരുടെ കാലത്തിന് ശേഷം IAS ആയത്. പണ്ട് ICS ആയിരുന്നു. ഭയങ്കര മിടുക്കനാണ്, പ്രായമുണ്ട്, എന്നും ഭയങ്കര മണികിലുക്കവും ഭജനയും പൂജയൊക്കെ കേൾക്കും. അത് കുളിയെല്ലാം രാവിലെ കഴിഞ്ഞ് ഒരു തെച്ചിപ്പൂവൊക്കെ ഇങ്ങനെ തലമുടിയിലോട്ട് തിരികെ വെച്ച് ഇങ്ങനെ നടക്കാനിറങ്ങുമ്പോൾ മനുഷ്യരാരെങ്കിലും എതിരെ വന്നാൽ ഇങ്ങനെ വണങ്ങും. ഒരു കൂട്ടമാണ്, 3-4 പേര് ഒന്നിച്ച് നടന്നു വരികയാണെങ്കിൽ ഇങ്ങനെ വണങ്ങിക്കൊണ്ട് അങ്ങ് നിൽക്കും. അയ്യാ നീ ഏനെപ്പിടി ചെയ്വാറ്, എന്തിനാ നീ ഇങ്ങനെ വണങ്ങുന്ന? അത് കടവുള് താൻ അന്ത വരുവ്, ആ വരുവത് കടവുള്. തമിഴറിയാമല്ലോ, ആ വരുന്ന ദൈവമാണ്. അയ്യോ നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ഇൻസ്റ്റോൾ ചെയ്യുകയായിരുന്നില്ല, ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അതാണ് സെക്കരിയ 12:1 ഒന്ന് വായിച്ചോളൂ വേഗം. സെക്കരിയ 12:1, സഖറിയ chapter 12 verse 1. താങ്ക് യു. കണ്ടോ, മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ നിർമ്മിച്ചു. സ്പിരിറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ മാൻ. ഈ ദൈവത്തിൽ നിന്ന് വന്ന, മണ്ണിൽ നിന്ന് ശരീരം വന്നതുപോലെ ദൈവത്തിൽ നിന്ന് വന്ന ഈ ആത്മാവിന് എന്ത് വേണമെന്നറിയോ? വചനം വേണം. അത് ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഈ ആത്മാവിലാണ് ദൈവത്തോട് സംസർഗം. മണ്ണ് കൊണ്ട് ഭൂമിയോട് സംസർഗം, ആത്മാവ് കൊണ്ട് ദൈവത്തോട് സംസർഗം. സ്തോത്രം. എനിക്ക് മരിക്കുമ്പോൾ ഇനിയും ഈ ആത്മാവ് അങ്ങ് ദൈവസ്ഥാനിൽ ചെല്ലണം. എല്ലാവരുടെയും ആത്മാവ് അങ്ങ് ചെന്നിട്ടാണ് അലോട്ടഡ് പ്ലേസിലേക്ക് പോണത്. സ്തോത്രം. അപ്പോൾ അതാണ് ആത്മാവ്. ഇനി ദേഹി എന്ന് പറഞ്ഞാൽ സ്വയബോധത്തിൻ്റെ ഘടകമാണ് ദേഹി. അതൊരു കോംപ്ലക്സ് ആണ്. അത്യാവശ്യമുള്ള ഇച്ചിരി കാര്യം പറഞ്ഞു പോകാം. 4 ഭാഗങ്ങളുണ്ട്: ചിന്ത, മനസ്സ്, വികാരം, ഇമോഷൻസ്, ഹൃദയം, വിചാരം, വികാരം, ഇച്ഛാശക്തി, വിൽ പവർ, കോൺഷ്യൻസ്, മനസാക്ഷി. See, the seed of thought, the seed of emotions, see, will power and conscience. These 4 components together make up the soul. It makes us conscious of ourselves. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാം, എൻ്റെ പേര് തോമസ്, ഉപദേശിയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? പാസ്റ്റർക്ക് നല്ല ഒന്നാന്തരം ഒരു ക്ലോക്ക് എന്നെ നേരെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, ഒരു സമയവും പറഞ്ഞിട്ടുണ്ട്. I am conscious of myself. You know who you are, where you are, what you are doing. ഓരോരുത്തർക്ക് അവനവൻ്റെ ആ സ്വയബോധമുണ്ടല്ലോ, അതാണ് ദേഹി. സ്വയബോധമാണ് ദേഹി. അപ്പോൾ ശരീരം കൊണ്ട് ലോകത്തെ അറിയുന്നു, ആത്മാവ് കൊണ്ട് ദൈവത്തെ അറിയുന്നു, ദേഹി കൊണ്ട് അവനവനെ അറിയുന്നു. 3-നും 3 ഫങ്ഷൻസാണ്, 3-നും 3 നീഡ്സാണ്. നോക്കണേ, ശരീരത്തിന് മണ്ണിലെ വിഭവം വേണം, ആത്മാവിന് ദൈവത്തിലുള്ള വചനം വേണം, ദൈവ സംസർഗം വേണം, ദേഹിക്ക് ആശ്വാസം വേണം, സന്തോഷം വേണം, ബന്ധങ്ങൾ വേണം, ബന്ധങ്ങൾ, ആസ്വാദ്യത, അതെല്ലാം ദേഹിയുടേതാ. ദേഹിക്കതാ വേണ്ടി. സ്തോത്രം. 3-നും 3 ഫങ്ഷൻ, 3-നും 3 നീഡ്സ്, 3-ഉം 3, പക്ഷെ 3 കൂടെ ചേർന്ന് 1. ഇതുപോലെയാ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. 3-ഉം 3 ആളത്വങ്ങളാണ്. 3-ഉം 3 ശുശ്രൂഷകൾ നിർവഹിക്കുന്നതെന്ന് പറയാം. അതാണ് നിലനിൽപ്പിൽ ഒരുമിച്ചും ശുശ്രൂഷയിൽ സ്വതന്ത്രരുമാണ്. നിലനിൽപ്പിൽ ഒരുമിച്ചും ശുശ്രൂഷയിൽ സ്വതന്ത്രരും.
ഇനി മനുഷ്യൻ്റെ ഉദാഹരണം അനുസരിച്ച് നമ്മൾ തന്നെയുണ്ടല്ലോ, ഈ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഹോൾഡിങ് കോൺഫറൻസ് ഇൻ വൺ സെൽഫ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തായി പോയി, നമ്മളൊരു പ്രതിസന്ധിയിലാണ്. അത് നമ്മൾ ഒരു വിദേശ രാജ്യത്ത് ചെന്നു, വീസ ഓൺ അറൈവിലാണ് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ പക്ഷേ ദ വീസ ഓഫീസർ സേസ്, ഏയ് മിസ്റ്റർ, ഐ എം സോറി, ഐ കനോട്ട് ഇഷ്യൂ എ വീസ ഓൺ ദീസ് ഡോക്യുമെൻറ്റ്സ്. ഇതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് വീസ എടുക്കൂല. വെൽ, വാട്ട് കൻ ഐ ഡു നൗ? Okay, I'll give you 2-3 options. One, you can pay a heavy fine and then I will give you 72 hours visa. അല്ലെങ്കിൽ തൊട്ടടുത്ത ഫ്ലൈറ്റ് ഞാൻ തിരിച്ചു വിടാം, ബുക്ക് ചെയ്ത് തരാം. അതുമല്ലെങ്കിൽ യു വിൽ ബി പ്രോസിക്യൂട്ടഡ്. ഇങ്ങനെ 3-4 ഓപ്ഷൻസ് പറഞ്ഞു തന്നിരിക്കട്ടെ. 72 hours വിസയ്ക്ക് ഇത്രയും പൈസ കൊടുത്തിട്ടോ, വിൽ യു അലൗ മീ 5 minutes? ഓക്കെ, യു ടേക്ക് 10. അങ്ങോട്ട് മാറിയിരുന്ന ആലോചനയാണ്, വേറെ ആരുമില്ല ആലോചിക്കാൻ. നമ്മൾ തന്നെ ആലോചനയാണ്. നമ്മളുടെ മനസ്സും നമ്മളുടെ ഇമോഷൻസും നമ്മളുടെ ബുദ്ധിയും എല്ലാം കൂടെ ഒരു കോൺഫറൻസ് കൂടി ഒരു തീരുമാനം എടുക്കും. ഇതാണ് ഹോൾഡിങ് കോൺഫറൻസ് ഇൻ വൺ സെൽഫ്. ഇതുപോലാണ്, ശ്രദ്ധിക്കണേ, എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇവിടെയായിരുന്നു. ഇപ്പോൾ പിതാവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെ ഹൃദയപൂർവ്വം. സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടേ. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമാണ്. 3 തുല്യ നിത്യരും തുല്യ പ്രധാനികളുമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ നിത്യരും, ഒരുപോലെ ദൈവവും, ഒരുപോലെ പദവിയുള്ളവരും. സ്തോത്രം. മറക്കല്ലേ, തുല്യ പ്രധാനികളാണ്. കോ ഈക്വൽ ആൻഡ് കോ ഇറ്റേണൽ. അപ്പോൾ പിന്നെ കർത്താവ് പറഞ്ഞില്ലേ, യേശു ഇവിടെ വന്ന് പറഞ്ഞില്ലേ, പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. അത് കൊള്ളാമല്ലോ. അതെ, തൻ്റെ താഴ്ചയുടെ അവസ്ഥയിൽ, അതായത് തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ ഒഴിച്ച് ഇവിടെ വന്നപ്പോൾ ആ ശുശ്രൂഷയുടെ ജഡത്തിൽ പാർത്ത് ശുശ്രൂഷിച്ച ആ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. അതാണ് യെശയ്യാവിൻ്റെ പ്രവചനം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനം. അപ്പം ശിശുവുമാണ് പിതാവുമാണ്. മനസ്സിലായില്ലേ? ശിശുവുമാണ്, അപ്പം തന്നെ പിതാവുമാണ്. അതാ കർത്താവ് പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. സ്തോത്രം. കർത്താവ് ഇവിടെ വന്ന് ജഡത്തിൽ പാർത്ത് ശുശ്രൂഷിച്ചിരുന്നപ്പോൾ കർത്താവ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. സ്തോത്രം. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നപ്പോൾ ദൈവത്വം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പിതാവിൻ്റെ തിരുഹിതത്തിന് സമർപ്പിച്ചിരുന്നു. സ്തോത്രം. ദൈവത്വം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം എന്തിനാണെന്നറിയാമോ? കർത്താവ് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി മരിക്കുക മാത്രമായിരുന്നില്ല, നമുക്ക് മാതൃക കാണിക്കാൻ കൂടിയാണ് കർത്താവ് വന്നത്. സ്തോത്രം. നമുക്ക് മാതൃക കാണിക്കാൻ വന്നപ്പോൾ കർത്താവ് നോക്കണേ, സ്തോത്രം, മീൻസ് പിതാവായ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനായിരിക്കണമെന്ന് മാതൃക കാണിക്കാൻ കൂടെ കർത്താവ് വന്നേ. നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം കേൾക്കണേ, നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം സൃഷ്ടാവും സൃഷ്ടിയുമെന്ന് പോരാ, യജമാനൻ ദാസനെന്ന് പോരാ, അപ്പനും മക്കളും എന്ന ബന്ധം വേണം. അതിന് മാതൃക കാണിക്കാൻ കർത്താവ് ഇവിടെ വന്നു, പിതാവും പുത്രനും എന്ന ബന്ധത്തിൽ ഇവിടെ ജീവിച്ചത്. സ്തോത്രം. കൂടെ ഉണ്ടേ? സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ ദൈവത്വം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പിതാവിൻ്റെ തിരുഹിതത്തിന് സമർപ്പിച്ചു. ഈ ചില ഭാഗങ്ങൾ കണ്ട് വായിച്ചാലേ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പോലെ സംശയം ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ സംശയിച്ചു പോലെ കാണിച്ചു തരാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. കണ്ടോ? പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ സ്വതേ ഒന്നും, അയ്യോ പാവം കർത്താവെന്ന് തോന്നും. പക്ഷെ തൊട്ടടുത്ത് പറയുന്നത് എന്താ? പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യും എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുന്നത്
ആർക്കേ ചെയ്യാൻ ഒക്കൂ? ദൈവം ചെയ്യുന്നതെല്ലാം ദൈവത്തിനെ ചെയ്യാൻ കഴിയൂ. എന്താ കാര്യം? നമുക്ക് മാതൃക കാണിക്കാൻ വന്ന കർത്താവ് ദൈവത്വം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പിതാവിൻ്റെ തിരുഹിതത്തിന് സമർപ്പിച്ചിരുന്നു. ഇനി അതേ അധ്യായത്തിൽ 30-ാം വാക്യം, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. കണ്ടോ? അതെ, കർത്താവ് സ്വന്തമായിട്ടൊന്നും ചെയ്യില്ല. പിതാവ് നമുക്ക് മാതൃക കാണിക്കാൻ വന്നവനാ. അതുകൊണ്ടാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിന്നെയും നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടംപോലെ വാക്യങ്ങൾ അങ്ങനെയുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് സംശയിച്ചു പോകരുത്. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, നമ്മളും കർത്താവും തമ്മിലുള്ള ബന്ധത്തിന് മാതൃകയായിരിക്കാനാണ് കർത്താവ് വന്നത്. സ്തോത്രം. ഇനി ഇവിടെ അല്പം ഒരു വിഷയം കൂടെ പറയാം. കൂടെ വന്നേ പ്ലീസ്. ദൈവത്തിന് ദൈവമല്ലാതാകാൻ ഒക്കുകയല്ലോ. ദൈവത്വം ഒഴിഞ്ഞു വെച്ചു എന്ന് നമുക്ക് പറയരുത്. അതാണ് ഫിലിപ്പ് ലേഖനത്തിൻ്റെ ഒരു വാക്യം. ഫിലിപ്പ് ലേഖനത്തിൽ കർത്താവിനെ കുറിച്ച് പറയുകയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ വായിക്കും. ക്രിസ്തുയേശുവിലെ ഭാവന എടുത്തൊക്കെ വായിച്ചാലേ വായിച്ചോളൂ. താങ്ക് യു. കേട്ടോ, 2 വാക്കുകളുടെ ശ്രദ്ധയുണ്ട്. 1 തന്നെത്താൻ താഴ്ത്തി, 2 തന്നെത്താൻ ഒഴിച്ചു. അതിനെക്കുറിച്ച് ചിലർ തെറ്റായി ധരിക്കുന്നത് തന്നെത്താൻ ഒഴിച്ചെന്ന് പറഞ്ഞാൽ ദൈവത്വം അങ്ങോട്ട് എടുത്തു വെച്ചതാണ്. അയ്യോ, ദൈവത്വം മാറ്റിവെക്കാൻ നോക്കുന്നതാണോ? ദൈവത്വം മാറ്റിവെക്കാൻ നോക്കുന്നതല്ല. ദൈവത്തിൻ്റെ തനതായ ഗുണവിശേഷങ്ങളിൽ ഒന്ന് മാറ്റമില്ലായ്മയല്ലേ? അപ്പം നോക്കണേ, അപ്പോൾ അവിടുത്തെ ദൈവത്വം അവിടുത്തെ ദൈവമാ, അപ്പോൾ പൂർണ്ണ മനുഷ്യനുമാ. ദൈവത്വം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പിതാവിൻ്റെ തിരുഹിതത്തിന് സമർപ്പിച്ചു. ശ്രദ്ധിച്ചേ പറയാം. അതായത് ഈ ദൈവത്തിന് മനുഷ്യനായി വരാൻ ഒക്കുമോ? ദൈവത്തിന് മനുഷ്യൻ ഒക്കും. കേട്ടേ, ദൈവത്തിൽ നിന്നല്ലേ നമ്മൾ ജനിച്ചത്. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, പക്ഷേ തിയോളജിക്കലി ഒരു ചെറിയ മിസ്റ്റേക്ക് അതിനകത്തുണ്ട്. ഇഷ്ടമുള്ള പാട്ടെന്ന് പറഞ്ഞാൽ, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ നിന്നുടെ. എനിക്കിഷ്ടമാണ്, പക്ഷേ ഇച്ചിരി ഒരു ചെറിയ കറക്ഷൻ അവിടെയും പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നരുത്. എഴുതിയ ദേവദാസനോട് ബഹുമാനത്തോടെ തന്നെ, ഒന്നുമില്ലായ്മയിൽ നിന്നല്ല സൃഷ്ടിച്ചത്, തന്നിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിച്ചത്. അതാ റോമാലേഖനം 12-ാം അധ്യായം, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും. അവനിൽ നിന്ന്. അപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്നാണ് ജനിച്ചത്. ദൈവത്തിൻ്റെ തനതായ ഗുണവിശേഷങ്ങൾ മനുഷ്യന് പകർന്നു തന്നു. ഞാൻ പറഞ്ഞല്ലോ, നീതി, വിശുദ്ധി, തേജസ്, പരിജ്ഞാനം. കുറഞ്ഞ പക്ഷം ഇത്രയും ദൈവിക ഗുണവിശേഷങ്ങൾ ദൈവത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് മനുഷ്യൻ ഇവിടെ ജനിച്ചത്, മനുഷ്യൻ ഇവിടെ രൂപപ്പെട്ടത്. സ്തോത്രം. അപ്പോൾ നോക്കാം. അപ്പം ദൈവത്തിൽ നിന്ന് ജനിച്ച മനുഷ്യൻ ആ മനുഷ്യത്വത്തിലേക്ക് ആ ദൈവം ഒന്ന് ഇറങ്ങി വന്നെന്ന് പറഞ്ഞ് എന്നെ എത്ര ബുദ്ധിമുട്ട്. ഒന്നുകൂടെ വ്യക്തമാക്കാം. അപ്പോൾ ദൈവത്വം അവനിൽ നിറഞ്ഞു നിന്നിരുന്നു. കാരണം ഈ സൗരങ്ങളെ ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപരിമിതനും സർവവ്യാപിയായ ദൈവം ഒരു മനുഷ്യ ഭ്രൂണമായി കന്യകയുടെ ഗർഭത്തിൽ ഒതുങ്ങിയെന്ന് പറഞ്ഞാൽ അത് ദൈവമാണോ എന്ന് ചോദിക്കും. ദൈവമാ. ഒരു ഉദാഹരണം പോലെ പറയാം, ശ്രദ്ധിച്ചേ. ഒരു വലിയൊരു തേക്കുമരം ഒരിക്കൽ കേരളത്തിൽ പത്രത്തിൽ വന്ന തേക്കുമരം ഏതാണ്ട് 115 വർഷം പഴക്കമുള്ളതാണെന്നും വലിയ ഹ്യൂജ് തേക്കുമരം. ആ തേക്കുമരവും 2 വിരലിനിടെ പിടിക്കാവുന്ന ഒരു തേക്കിൻ്റെ വിത്തിൽ നിന്നാണ് ഉണ്ടായത്. അല്ലേ? അതെ. ദൈവത്തെ കൊണ്ട് ആ തേക്കിനെ പിന്നെയും ഈ വിത്താക്കി രൂപപ്പെടുത്താൻ ദൈവത്തെ കൊണ്ട് കഴിയല്ലേ? കഴിയും. ഈ വിത്തിനകത്ത് ആ തേക്കുണ്ടെന്ന് പറയാം. സ്തോത്രം. ഇപ്പോഴത്തെ കാലത്ത് ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫോണിലൊരു കോണ്ടാക്റ്റ് തപ്പി വന്നപ്പം തപ്പി വന്നിട്ട് അവസാനം ആ ഫോൺ എന്നോട് പറയുക,
2632 കോണ്ടാക്ട്സ്. ബട്ട് നിങ്ങൾ നോക്കുന്നതിനകത്തില്ലെന്ന്. 2632 കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാൽ അത്രയും പേരുടെ പേര്, അത്രയും പേരുടെ ഫോൺ നമ്പർ, അത്രയും പേരുടെ ഡീറ്റെയിൽസ്, ഇതെല്ലാം അത് മാത്രമാണോ? ബാക്കി എന്തൊക്കെ കാര്യം എത്രയുണ്ട്? ഇത്തിരി പോകുന്ന വിരലിൻ്റെ നഖത്തിന് വലിപ്പമുള്ള ഒരു സിം കാർഡിനകത്താണ്. ഇത്രയും കാര്യങ്ങൾ മനുഷ്യന് ഈ ഇത്തിരി പോകുന്ന ഈ സിം കാർഡിനകത്ത് ഒതുക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയുമെങ്കിൽ ഈ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിനോ? UK ഒരിക്കൽ ചെന്നപ്പം കേംബ്രിഡ്ജിൽ അവിടുത്തെ ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരു സഹോദരൻ അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ ആസ്ട്രോഫിസിക്സിൻ്റെ ലൈബ്രറി ഞങ്ങൾ കമ്പ്യൂട്ടറൈസ് ചെയ്യുവാണ്. ലോകത്തിൽ ഏത് ഭാഗത്തിരുന്നുകൊണ്ടും ആളുകൾക്ക് ആക്സസ് ചെയ്യത്തക്ക പോലെ. അവിടെ വലിയൊരു 4 നില കെട്ടിടം നിറച്ച് പുസ്തകങ്ങളാണ്, കോടിക്കണക്കിന് പുസ്തകം, സഹസ്രകോടിക്കണക്കിന് പേജുകൾ. ഈ പുസ്തകങ്ങളെല്ലാം അവരൊരു ചെറിയൊരു കമ്പ്യൂട്ടർ ചിപ്പിലാക്കുക. ആ പ്രോജക്റ്റാണ് ഈ ബ്രദർ കൂടെ ചെയ്യുന്നത്. അവൻ പറഞ്ഞു, ഇത് ചെയ്തു വരുമ്പം ആ കമ്പ്യൂട്ടർ ചിപ്പിന് കയ്യുടെ വെള്ളയുടെ വലിപ്പമേ കാണുകയുള്ളെന്ന്. 4 നില കെട്ടിടം നിറച്ചിരിക്കുന്ന, വലിയൊരു കെട്ടിടം നിറച്ചിരിക്കുന്ന പുസ്തകങ്ങളിലെ മുഴുവൻ വിവരങ്ങളും ഈ കൊച്ചു കാര്യത്തിനകത്ത് ഒതുക്കാൻ മനുഷ്യനെയും കൊണ്ട് കഴിയുമെങ്കിൽ സർവശക്തനായ ദൈവം നമ്മളോടുള്ള കരുതലിൽ തന്നെ അങ്ങോട്ട് ചെറുതാക്കി എളിമപ്പെടുത്തി ഒരു മനുഷ്യ ഭ്രൂണമായി ഒരു കന്യകയുടെ ഗർഭത്തിൽ ഒതുങ്ങിയെന്ന് പറഞ്ഞാൽ സ്തോത്രം, അത് ഈ തിരുവെഴുത്ത് പറയുന്ന സത്യമാണ്. അത് വിശ്വസിക്കാൻ ഈ തലമുറയിൽപ്പെട്ടവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. സ്തോത്രം. തന്നെത്താൻ താഴ്ത്തി, തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ തന്നിലെ സ്വയത്തോട് നോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തൻ്റെ ഒരു താല്പര്യവും വേണ്ട, തന്നിലെ സ്വയത്തോട് നോ പറഞ്ഞു. നമുക്ക് മാതൃക, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞേച്ചാൽ ഇത് പറഞ്ഞേക്കുന്നേ. നമുക്കും സ്തോത്രം നമ്മുടെ സ്വന്തം ഇഷ്ടം വേണ്ട. പ്രാർത്ഥിക്കുമ്പോഴേ തന്നേ തീരൂ കൊണ്ടേ പോകുമെന്നൊന്നും പിടിവാശി പിടിക്കരുത്. കർത്താവേ ഈ കാര്യം സഹായിച്ചു തന്നില്ല, ഈ മുട്ടേന്ന് എഴുന്നേക്കേമില്ല, ഒരു തുള്ളി വെള്ളവും കുടിക്കില്ലെന്ന് ഒരിക്കൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. എടാ അത് കൊള്ളാമല്ലോ. ഒരിക്കൽ പിടിച്ചു വെച്ച് അതെന്നെ അർത്ഥം എന്തോ ഈ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ആരെയാ പിടിച്ചു വെക്കുക? എൻ്റെ പൊന്നു സൗരങ്ങളെ, ഏത് പ്രാർത്ഥനയും പ്രാർത്ഥിച്ചോ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തോട് പറ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടെ അവിടുത്തെ അറിയിക്കാൻ ഒടുവിലൊരു വാചകം പറഞ്ഞേക്കണം. എൻ്റെ ഇഷ്ടം വേണ്ട, അങ്ങയുടെ ഇഷ്ടമാകട്ടെ. അതാ കർത്താവ് മാതൃക കാണിച്ചത്. തന്നിലെ സ്വയത്തോട് നോ പറഞ്ഞു, തന്നിലെ സ്വയത്തോട് നോ പറഞ്ഞ് അവിടുത്തെ മനുഷ്യത്വത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് സ്തോത്രം അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷിച്ചു. സ്തോത്രം സ്തോത്രം. അതല്ലേ കർത്താവ് പറഞ്ഞത്, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ. സ്തോത്രം. എന്തിനാണെന്നറിയാമോ? നമുക്ക് മാതൃക കാണിക്കാൻ. അതുകൊണ്ട് മനുഷ്യരായ നമുക്കും സ്തോത്രം കർത്താവ് ചെയ്ത അതേ ശുശ്രൂഷകൾ നമുക്കിവിടെ ചെയ്യാൻ കഴിയും. സ്തോത്രം. അപ്പം ദൈവത്വത്തിൽ ചെയ്ത് നമുക്ക് ചെയ്യാനൊക്കെയില്ല. ഈ ദൈവത്വത്തിൽ ചെയ്ത ശുശ്രൂഷകളും മനുഷ്യത്വത്തിൽ ചെയ്ത ശുശ്രൂഷകളും സ്തോത്രം പറഞ്ഞു തീർക്കാനൊക്കെ തോന്നുന്നില്ല. എങ്കിലും ഉള്ള സമയം കൊണ്ട് ഇച്ചിട്ട് പറഞ്ഞോട്ടെ. നാളേക്ക് മുമ്പായല്ലേ. സ്തോത്രം. മാക്സിമം സമയം ഞാൻ അങ്ങ് ഉപയോഗിക്കാം, കൂടെ പറഞ്ഞേ പ്ലീസ്. സ്തോത്രം. സൗരങ്ങളെ, ദൈവത്വത്തിൽ ചെയ്ത അപൂർവം കാര്യങ്ങളേ ഉള്ളൂ കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ. ഒന്ന്, പാപം മോചിച്ചു കൊടുത്തു. 2 പ്രത്യേക സന്ദർഭങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് 2-ാം അധ്യായത്തിൽ പക്ഷപാതക്കാരുടെ പാപം മോചിച്ചു കൊടുത്തു. പിന്നെ പട്ടണത്തിലേക്കും പാപിനിയായ സ്ത്രീ, ആ സ്ത്രീക്ക് നിന്റെ പാപങ്ങൾ മോചിച്ചു. 2 പ്രാവശ്യം പാപം മോചിച്ചു കൊടുത്തു. അത് ദൈവത്വത്തിൽ ചെയ്തതാണ്.
അടുത്തത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞത് ദൈവത്വത്തിലാണ് ചെയ്തത്. കാരണം കേട്ടേ, പാപനിമിത്തം മനുഷ്യനെ ദൈവം അധ്വാനത്തിനും മുഖത്തെ വിയർപ്പിനും വേണ്ടി ഇറക്കി വിട്ടു. പോ മനുഷ്യ, പോ, ഇറങ്ങി പോ, അധ്വാനിക്കുക, മുഖത്തെ വിയർപ്പടെ അപ്പം ഭക്ഷിക്കുക, ഭൂമിയുടെ പുഷ്ടി നിനക്ക് തരില്ല, പൈക്കോ. ഏതൊരു ദൈവം പാപനിമിത്തം മനുഷ്യനെ അധ്വാനത്തിനു വേണ്ടി ഇറക്കി വിട്ടോ, അതേ ദൈവം മനുഷ്യനായി വന്നു, പാപപരിഹാരത്തിന് വന്നു. പാപം പരിഹരിക്കാൻ വന്നപ്പോൾ മനുഷ്യനെ തിരിച്ചു വിളിക്കുക, മതി മക്കളെ, നിർത്ത്, അധ്വാനം നിർത്ത്, മതി, വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവമാണ് അധ്വാനത്തിന് ഇറക്കി വിട്ടതെങ്കിൽ അധ്വാനത്തിൽ നിന്ന് ആശ്വാസത്തിന് വിളിക്കുന്നതും ആരാ? ദൈവമാണ്. സ്തോത്രം. പിന്നെ ദൈവത്വത്തിൽ ചെയ്ത മറ്റൊരു കാര്യമാണ്, അത്തിയെ ശപിച്ചു. അത്തി യഹൂദനെ കാണിക്കുന്നു. സ്തോത്രം. യഹൂദനെ പ്രത്യേക പദവിയിൽ സ്വീകരിച്ചത് ദൈവമാണ്. പ്രത്യേക പദവിയിൽ സ്വീകരിച്ച ദൈവമാണെങ്കിൽ അതിൽ നിന്ന് ഇറക്കി വിടുന്നതും ദൈവമാണ്. അത്തിയെ ശപിച്ചത് ദൈവത്വത്തിലാണ് ചെയ്തത്. അടുത്തത്, ആലയത്തിന് പുതിയൊരു പേരിട്ടു, അതും ദൈവത്വത്തിലാണ് ചെയ്തത്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. മർക്കോസ് 11-ാം അധ്യായത്തിൽ ദൈവാലയത്തിന് പുതിയ പേരിട്ടു. 17-ാം വാക്യം, പിന്നെ അവരെ ഉപദേശിച്ചു, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. കണ്ടോ, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം, അത് പുതിയ പേരാ. കർത്താവ് ഇത് പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ ആലയത്തിന് ഈ പേരിടുമ്പോൾ യെരൂശലേമിലെ ദൈവാലയത്തിന് 5 ഭാഗങ്ങളുണ്ട്. ഏറ്റവും പുറത്തുള്ള ജാതികളുടെ പ്രാകാരം, അവിടെ ചുരുളുകളും ഒക്കെ വയ്ക്കുന്നുണ്ട്. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി, മഹാനും മാന്യനുമായ മനുഷ്യൻ, ഇത്ര ദീർഘദൂരം കുതിരവണ്ടിയിൽ രഥത്തിൽ യാത്ര ചെയ്ത് വന്ന ഈ മാന്യനായ മനുഷ്യൻ അവിടെ വന്നു, ഒരു ചുരുളുമൊക്കെ മേടിച്ച് അങ്ങ് ദൂരെ, അവിടെയാ തേജസ്, തേജസ്, ഷക്കീന. സ്തോത്രം. വണങ്ങിയ ചെങ്ങ് പോകുക. നമുക്കറിയാമല്ലോ, ശബരിമല ഒരു വിളക്ക് കത്തുമെന്നും പറഞ്ഞ് എത്രയോ ജനങ്ങളാ വരുന്നത്. അങ്ങനെയാണെങ്കിൽ യെരൂശലേമിലെ ദൈവാലയത്തിൽ എല്ലായ്പ്പോഴും ദിവ്യ തേജസ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു എന്നുള്ള കീർത്തി, അത് ഹേതുവായി നാനാദേശത്ത് നിന്ന് ആളുകൾ വരും. ആര് വന്നാലും എത്ര കേമനായാലും അവിടെ നിന്നോക്കണം. അതാ ജാതികളുടെ പ്രാകാരം. അതിനകത്തോട്ട് കയറുന്നിടത്ത് ഒരു ബോർഡുണ്ട്, പുറജാതിക്കാരാ നീ അതിർത്തി കടന്നാൽ കൊല്ലപ്പെടും, അവർ കൊല്ലും. അതിനകത്തെ പ്രാകാരം ആ സ്ത്രീകളുടെ പ്രാകാരം. ശാരീരിക ശുദ്ധിയുള്ള സ്ത്രീകൾക്ക്, യഹൂദിയ ഇസ്രായേലിലെ സ്ത്രീകൾക്ക് അവിടെ കയറാം. സ്ത്രീകളുടെ പ്രാകാരം, അതിനകത്താണ് പ്രാകാരം. ആ പ്രാകാരത്തിൽ യോഗ്യതയുള്ള ഇസ്രായേലിന് കയറാം. അതിനകത്താണ് വിശുദ്ധ സ്ഥലം, പുരോഹിതന്മാർക്ക് മാത്രം കയറാം. അതിനകത്താണ് അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം യാഗരക്തവും പിടിച്ചോണ്ട് കയറാം. താൽമൂദിലുണ്ട്, അരയിലോ കാലയിലോ തൊടലും ഇട്ടോണ്ടാണ് കയറുന്നതെന്ന്. കാര്യം അവിടെ ചത്തുപോയാൽ, ഇവനിൽ അശുദ്ധി ഉണ്ടെങ്കിൽ ചത്തുപോയാൽ വേറൊരു കീറിയെടുക്കാൻ ഒക്കൂല. പിന്നെ വാതിലല്ലല്ലോ, അടഞ്ഞു പോവുകയല്ല, കട്ടന അതിൻ്റെ കീഴെ കുടുങ്ങി വലിച്ചെടുക്കാം. 5 ഭാഗങ്ങളാണ്. ആ 5 ഭാഗങ്ങളുള്ള സമയത്താണ് കർത്താവ് സകല ജാതികൾക്കും പ്രാർത്ഥനാലയം. സ്തോത്രം. ആലയത്തിന് പുതിയ പേരിട്ടു. സ്തോത്രം. അതും ദൈവം എന്ന നിലയിലാണ് ചെയ്തത്. സ്തോത്രം. അടുത്തത്, ശിഷ്യന്മാരുടെ മേൽ ഊതി ദൈവം എന്ന നിലയിലാണ് ചെയ്തത്. ഏതൊരു ദൈവം ജീവശ്വാസത്തിന്റെ ഊത്തിനാൽ മനുഷ്യനിൽ ചൈതന്യപൂർണമായ ആത്മാവിനെ സൃഷ്ടിച്ചുവോ, ആ ആത്മാവ് പാപനിമിത്തം നിർജീവമായി പോയി, ദൈവ സംസർഗത്തിൽ അന്യപ്പെട്ടു, ചത്തുപോയി. അതാണ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു. മരണം എന്ന് പറഞ്ഞാൽ വേർപാട്, ദൈവത്തിൽ നിന്ന് വേർപെട്ടുപോയി മനുഷ്യൻ. നോക്കട്ടെ, അങ്ങനെ പാപനിമിത്തം നിർജീവമായ ആ ആത്മാവിൽ ചൈതന്യം നൽകേണ്ടതിന്, പാപപരിഹാരം വരുത്തേണ്ടതിന് കർത്താവ് ഇവിടെ വന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാർ, തൻ്റെ സഭയുടെ
പ്രതിനിധികളായ ശിഷ്യന്മാരുടെ മേൽ ഊതി. സ്തോത്രം. ദൈവം എന്നതിൽ ഏതെനിലെ ഊത്തിൻ്റെ കൗണ്ടർ പാർട്ടായിട്ടാണ്, അതും ദൈവം എന്ന നിലയിലാണ്. അതാണ് ഈ കർത്താവ് പറഞ്ഞത്. കർത്താവിന് ഇപ്പോൾ ജീവൻ 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 എന്നല്ലേ പറയാനുള്ളത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ ജീവൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ജീവൻ നൽകുന്ന ഇടയനാകുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച ആത്മാവും ജീവനുമാകുന്നു. നോക്കണേ, ജീവൻ ജീവൻ ജീവൻ. കർത്താവിന് എപ്പോഴും ജീവൻ എന്നാ പറയാനുള്ളത്. മരണം നീങ്ങി ജീവൻ പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നമ്മൾ ആത്മാവിൽ ചൈതന്യപ്പെട്ട് ജീവൻ പ്രാപിക്കും. അപ്പോൾ മരണം വേർപാടാണെങ്കിൽ ജീവൻ കൂട്ടായ്മയല്ലേ? ജീവൻ കൂട്ടായ്മയാ. സ്തോത്രം. അതാണ് കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നമ്മൾ അത്ര മാത്രമേ എഴുതി വെക്കാറുള്ളൂ നമ്മുടെ ഭിത്തിയിലൊക്കെ. ബാക്കിയൂടെ എഴുതണം, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തും. പിതാവുമായുള്ള കൂട്ടായ്മയിൽ വരാൻ ഞാനാണ് ഏക വഴി, ഞാനാണ് ഏക വഴി. സ്തോത്രം. സ്തോത്രം. ആ ജീവൻ പ്രാപിക്കുന്നത് എങ്ങനെയാ? സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ. സ്തോത്രം. പാപപരിഹാരം പ്രാപിച്ചവൻ പരിശുദ്ധാത്മാവിനാൽ ചൈതന്യപ്പെടുക. സ്തോത്രം. കർത്താവിനെ വെച്ചാൽ ഞാൻ ബാക്കി ഭാഗങ്ങൾ പിന്നെ ഞാൻ പറയാം. സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സവിശേഷ സൃഷ്ടി. കാരണം ഈ സ്നേഹമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ചലനാത്മക പ്രകൃതമാണ്. സ്തോത്രം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ഊഷ്മള ബന്ധം, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഈ സ്നേഹ കൂട്ടായ്മയാണ്. സ്തോത്രം. സ്തോത്രം. നോക്കണേ, ദൈവത്തിന് യോഗ്യരാകണം നമ്മൾ, കർത്താവിന് യോഗ്യരാകണം. എങ്കിലും നമ്മൾക്ക് കർത്താവിൽ പ്രാപിക്കുന്നത് എന്താ? നിത്യജീവനല്ലേ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിത്യമായ കൂട്ടായ്മ. നിത്യമായ കൂട്ടായ്മയാ. സ്തോത്രം. സ്വർഗത്തിൽ ചെന്ന് നമ്മളവിടെ പ്രാപിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? അവിടുത്തെ കിരീടങ്ങളൊന്നുമല്ല സൗരങ്ങളെ വലുത്, കർത്താവുമായുള്ള ഊഷ്മള ബന്ധമാണ് വലുത്. അതാണ് നിത്യജീവൻ. നിത്യജീവൻ. ഹല്ലേലൂയ. നിത്യമായ കൂട്ടായ്മ. ഈ കൂട്ടായ്മ അനുഭവിക്കണമെങ്കിൽ ആമോസ് 3:3 വാക്യമുണ്ട്, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സഹയാത്രികരാകണേ പോലും മനപ്പൊരുത്തം വേണം. സഹയാത്രികരാകണേ പോലും മനപ്പൊരുത്തം വേണമെങ്കിൽ നിത്യത മുഴുവൻ സ്നേഹക്കൂട്ടായ്മയിൽ ചേർന്നിരിക്കണമെങ്കിൽ ആ ദിവ്യ സ്വഭാവത്തിൽ നമ്മൾ പങ്കാളികളാകണം. ആ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നിർവഹിക്കുന്നുണ്ട് ഇവിടെ. കർത്താവിന് വെച്ചാൽ സ്തോത്രം. അടുത്ത ദിവസം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം. സ്തോത്രം. അവിടെ ഞാൻ പറഞ്ഞത് വ്യക്തമായെന്ന് വിശ്വസിക്കട്ടെ. വിശകലനം വേണേ ചോദിക്കണേ. പൊന്നു സൗരങ്ങളെ, പരിശുദ്ധാത്മാവ് ദൈവമാണ്. പിതാവിന് തുല്യൻ, പുത്രന് തുല്യൻ. സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമാണ്. സ്തോത്രം. 3 ആളത്വങ്ങൾ ഒരുമിച്ച് കൂടി ഏക സത്യ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. കൂടുണ്ടേ എല്ലാവരും? സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നെന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമാണ്, നിസ്സാരമല്ല. ത്രിയേക ദൈവവും നമ്മളിൽ വസിക്കുന്നു. കാരണം നിലനിൽപ്പിൽ ഒരുമിച്ചാണ്, ശുശ്രൂഷയിൽ സ്വതന്ത്രരാണ്. അതുകൊണ്ട് സ്തോത്രം, ഈ പരിശുദ്ധ ദൈവത്തോട്, മഹാദൈവത്തോട് വ്യക്തിപരമായൊരു ബന്ധം സ്ഥാപിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിഭരണത്തിലൂടെ പാപപരിഹാരം പ്രാപിച്ച് ആ നിത്യമായ സ്നേഹക്കൂട്ടായ്മ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനാൽ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ അത് ആസ്ഥാനത്തല്ലല്ലോ. ഹല്ലേലൂയ.